ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം തിരുവചനം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഈ വായിച്ചു കേട്ട തിരുവചനത്തിൽ ഏത് ഭാഗത്തിൽ നിൽക്കുന്നവരാണ് നാം? സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ, അതോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണോ നാം? തീർച്ചയായും ആരും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല, അല്ലേ? നല്ല സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, നല്ല സമ്പൽ സമൃദ്ധിയോടെ ഒരു പുതുവത്സരം നമ്മൾ ആശംസിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ എന്ന ആശംസ നാം എത്രയോ പേർക്ക് ആശംസിച്ചു. എത്രയോ പേർ തിരിച്ച് നമുക്ക് ആ ആശംസ തന്നു, അല്ലേ? എല്ലാ ആശംസകളും എന്തിനു വേണ്ടിയുള്ളതാണ്? നല്ല ജീവിതം നയിക്കുവാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ, ദൈവം തന്ന ശ്വാസം, അത് ഭംഗിയായി തുടരുവാനും നാം ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനമായ നമ്മുടെ ശരീരാത്മ മനസ്സ്, ശരീരവും ആത്മാവും നമ്മുടെ മനസ്സും ചേർന്ന നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്ന നമ്മുടെ ജീവൻ, അതൊന്ന് മാത്രമേ നമുക്ക് സ്വന്തം എന്ന് പറയുവാനുള്ളൂ. ആ ജീവൻ രക്ഷിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നമ്മളോട് ഇന്ന് ഈ വചനത്തിലൂടെ ചോദിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുവാനും, അങ്ങനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ സ്വന്തം ജീവനെ രക്ഷിക്കുമെന്നും നമ്മുടെ കാതുകളിൽ പറഞ്ഞു തരുന്ന യേശു. എന്തുകൊണ്ടായിരിക്കാം യേശു ഇന്ന് നമ്മോട് ഇങ്ങനെ പറയുന്നത്? ദൈവത്തിനറിയാം ഈ നശ്വര ലോകത്തിൽ നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയാണ് ശിഷ്ടമുള്ളത് എന്ന്. ആ യേശു ആഗ്രഹിക്കുകയാണ് നശ്വരമായ ഈ ലോകത്തിലെ ജീവിതത്തിൽ താൽക്കാലികമായ ഈ ശരീരത്തിൽ നിന്നും എൻ്റെ സ്നേഹിതൻ്റെ ആത്മാവ് വേർപ്പെടുന്ന സമയം ആ ആത്മാവും രക്ഷപ്പെടണം എന്ന്. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്നെ ആരാധിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയൻ്റെ ആത്മാവിൻ്റെ രക്ഷ. എൻ്റെ സ്വർഗരാജ്യത്തിൽ, എൻ്റെ നിത്യതയുടെ രാജ്യത്തിൽ ഒരു സ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന യേശു. അതിനായി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അവഗണിച്ച് സ്വാർത്ഥതയിൽ ജീവിക്കാതെ, സ്വന്തം സുരക്ഷയും സുഖവും അംഗീകാരങ്ങളും മാത്രം തേടി ജീവിക്കാതെ, അങ്ങനെ ജീവിച്ച് നമ്മുടെ ശരീരാത്മാക്കളുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്താതെ യേശുവിന് വേണ്ടി ജീവിക്കുവാനും, അവന് വേണ്ടി ത്യാഗങ്ങൾ എടുക്കുവാനും, ത്യാഗങ്ങൾ സഹിക്കുവാനും, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുവാനും, യേശുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുവാൻ, എന്നുവെച്ചാൽ സ്വന്തം സ്വാർത്ഥതകൾ ബലി കഴിക്കുവാൻ, അഹംഭാവം എന്ന ചെറിയ ലാഞ്ചനയെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അതിനെ എരിയിച്ചു കളയുവാൻ, അങ്ങനെ നമ്മുടെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് പിടിച്ചു വയ്ക്കാതെ ദൈവത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിനായി നഷ്ടപ്പെടുത്തുമ്പോൾ, അവൻ പറയുന്ന ഈ തിരുവചനം നമ്മെക്കുറിച്ചാണ്. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും എന്ന തിരുവചനം. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ ആ തിരുമൊഴി അന്വർത്ഥമാകട്ടെ എന്ന് ഈ പുതിയ വർഷം ആരംഭിക്കുന്ന ഈ അവസരത്തിൽ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.